എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 6 ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിന്റെ പല ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നോക്കുന്നത്? ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്, സ്യൂട്ടബിലിറ്റി, കൺട്രോൾ ടൈപ്പ്, അതുപോലെ തന്നെ ഡാമ്പിങ്ങിന്റെ ടൈപ്പ്, അതിന്റെ പ്രധാനപ്പെട്ട എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ അത് നമുക്ക് ഈ 6 ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിന്റെ നോക്കാം. അപ്പോൾ ഈ ടൈപ്പ് തന്നെ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്, MI എന്ന് പറഞ്ഞാൽ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്. അതിന്റെ ഒരു സ്യൂട്ടബിലിറ്റി, എന്തൊക്കെ മെഷർമെന്റിനാണ് സ്യൂട്ടബിൾ? DC ഓർ AC, ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മെഷർമെന്റ്സിന് യൂസ് ചെയ്യും. DC ക്വാണ്ടിറ്റി ആവാം, AC ക്വാണ്ടിറ്റി ആവാം. പക്ഷെ എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്? കറണ്ട് ആൻഡ് വോൾട്ടേജ്, കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഇനി ഇതിന്റെ കൺട്രോൾ ടൈപ്പ്, കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ കൺട്രോൾ ടൈപ്പ് ഏത് ടൈപ്പാണ്? സ്പ്രിംഗ് കൺട്രോൾ ആണോ, ഗ്രാവിറ്റി കൺട്രോൾ ആണോ? അപ്പോൾ ആ ഒരു സ്പ്രിംഗ് കൺട്രോളും ആകാം, ഗ്രാവിറ്റി കൺട്രോളും ആകാം. ഏതിന്? മൂവിംഗ് അയണിന്റെ കാര്യത്തിൽ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന MC ആണ്, അല്ലെങ്കിൽ മൂവിംഗ് കോയിലാണ്. അതിൽ വരുന്നത് സ്പ്രിംഗ് കൺട്രോൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് മൂവിംഗ് അയണിൽ DC ഓർ AC ആണ്. കറണ്ട് ആൻഡ് വോൾട്ടേജ് ആണ് മെഷർമെന്റ്. കറണ്ട് മെഷർമെന്റും ഉണ്ട്, വോൾട്ടേജ് മെഷർമെന്റും ഉണ്ട്. കൺട്രോൾ ടൈപ്പ് സ്പ്രിംഗ് ആണ്. അതുപോലെ ഗ്രാവിറ്റി കൺട്രോളും ഉണ്ട്. ഡാമ്പിംഗ് ടൈപ്പ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ഇപ്പൊ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിനെ യൂസ് ചെയ്യുന്ന ഡാമ്പിംഗ് ഏതാണ്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഇനി അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ദ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ദേ ആർ ചീപ്പർ ടു മാനുഫാക്ചർ. അതുപോലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് കൂടിയാണ് മൂവിംഗ് അയൺ ടൈപ്പ്. ഇറ്റ് ഈസ് വെരി ആക്യുറേറ്റ് ഓൺ AC ഓർ DC ഇഫ് പ്രോപ്പർലി ഡിസൈൻഡ്. നല്ലോണം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർലി നല്ല ആക്യുറേറ്റ് ആയിരിക്കും, ചീപ്പർ ആണ്, വൈഡ്ലി യൂസ്ഡ് ആണ്. അതാണ് മൂവിംഗ് അയണിന്റെ കാര്യം. ഇനി മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിലേക്ക് പോകാം. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിൽ 2 ടൈപ്പ് പറയാം. ഒന്ന് PMMC, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ. ഈ PMMCയിൽ സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് DC ഓൺലി, DC വാല്യൂസ് മെഷർ ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യുക. അതും കറണ്ട് ആൻഡ് വോൾട്ടേജ്, DC കറണ്ട് ആൻഡ് DC വോൾട്ടേജ്. ഇനി കൺട്രോൾ ടൈപ്പ് സ്പ്രിംഗ് ആണ്. ഇതിന്റെ ഡാമ്പിംഗ് ടൈപ്പ് നോക്കുക, എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ്. ഏതാണ്? എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ്. ഇപ്പൊ ഈ ഒരു PMMC ടൈപ്പ് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവിംഗ് DC മെഷർമെന്റ്സിന് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് തന്നെയാണ്. ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ്. എന്തൊക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കും? കറണ്ട്, വോൾട്ടേജ്. എന്തൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കും? കറണ്ട്, വോൾട്ടേജ്, അതുപോലെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ്. ഇനി മൂവിംഗ് കോയിലിൽ തന്നെ 2ാമത്തെ ടൈപ്പാണ് ഡൈനാമോമീറ്റർ ടൈപ്പ്. ഈ ഡൈനാമോമീറ്റർ ടൈപ്പില് DC ഓർ AC മെഷർമെന്റ്സ് പോസിബിൾ ആണ്. DC ഓർ AC മെഷർമെന്റ് പോസിബിൾ ആണ്. കൂടാതെ കറണ്ട്, വോൾട്ടേജ് മാത്രമല്ല, പവർ മെഷർമെന്റിനും പോസിബിൾ ആണ്, പവർ മെഷർമെന്റ്. ഇനി ഇതിൽ വരുന്ന കൺട്രോൾ എന്ന് പറയുന്നത് സ്പ്രിംഗ് കൺട്രോൾ ആണ്. സ്പ്രിംഗ് കൺട്രോൾ തന്നെയാണ് ഇതിലും വരുന്നത്, 2 PMMCയിലും. പിന്നെ ഫ്രിക്ഷന്റെ കാര്യം, അല്ലെങ്കിൽ ഏതിന്റെയാണ്? ഡാമ്പിംഗ് ടൈപ്പ് ഓഫ് ഡാമ്പിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞ മൂവിംഗ് അയണിനും ഈ മൂവിംഗ് കോയിലിലെ ഡൈനാമോമീറ്റർ ടൈപ്പിനും ഏതാണ്? എയർ ഫ്രിക്ഷൻ ആണ്. ഇനി ഈ ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് നമ്മൾ ആദ്യം പറഞ്ഞു വോൾട്ട് മീറ്റർ ആയിട്ടും, അല്ലെങ്കിൽ ഈ കറണ്ട് മെഷർമെന്റിനും വോൾട്ടേജ് മെഷർമെന്റിനും ഒക്കെ ഉപയോഗിക്കും. എങ്കിലും മെയിൻലി യൂസ് ചെയ്യുന്നത് വാട്ട് മീറ്റർ ആയിട്ടാണ്. കൂടാതെ നമുക്ക് ഈ സ്റ്റാൻഡേർഡ്, അതായത് കാലിബ്രേഷന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റിന് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മീറ്റർ വേണമല്ലോ. അപ്പോൾ ഈ ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്തായിട്ട് ഉപയോഗിക്കും? എ സ്റ്റാൻഡേർഡ് മീറ്റർ ഫോർ ദ കാലിബ്രേഷൻ. അതുപോലെ ട്രാൻസ്ഫർ ഇൻസ്ട്രുമെന്റ് ആയിട്ടും യൂസ് ചെയ്യും, ട്രാൻസ്ഫർ ഇൻസ്ട്രുമെന്റ്. ഇനി അടുത്ത 3ാമത്തെ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് തെർമൽ ഇൻസ്ട്രുമെന്റ്. ഈ തെർമൽ ഇൻസ്ട്രുമെന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്, അടുത്ത തെർമോകപ്പിൾ ഇൻസ്ട്രുമെന്റ്. ഇതെല്ലാം ചോദിക്കാറുള്ളതാണ്. ഈ ഹോട്ട് വയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തെർമൽ പ്രിൻസിപ്പിൾ ആണ്. അതിൽ ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ DC ഓർ AC വാല്യൂ, DC ഓർ AC ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല കറണ്ടും വോൾട്ടേജും പവറും മെഷർ ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്പ്രിംഗ് കൺട്രോൾ ആണ്. കൺട്രോൾ മെത്തേഡ് അല്ലെങ്കിൽ കൺട്രോൾ ടൈപ്പ് സ്പ്രിംഗ് ആണ് വരുന്നത്. ഡാമ്പിംഗ് വരുന്നത് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ്.
അത് രണ്ടിനും എഡി കറന്റ് ഡാമ്പിംഗ് തന്നെ. കൺട്രോൾ ആണെങ്കിൽ രണ്ടും സ്പ്രിങ് തന്നെ, തെർമലിനകത്തുള്ള രണ്ട് ഓപ്ഷൻസിലും. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഇൻസ്ട്രുമെന്റ്സിന് നമ്മൾ AC എടുത്താലും DC എടുത്താലും that have same calibration. These instruments have same calibration for both DC and AC. പിന്നെ ഇതില് നമുക്ക് ഫ്രീക്വൻസി വെച്ചിട്ടുള്ള എറേഴ്സ് കുറവായിരിക്കും. The errors due to frequency that will be less in the case of ഏതാണ് hot wire instruments. ഇനി ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ നമുക്കറിയാം ഈ AC യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും പ്രശ്നം വരുന്ന ഈ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള എറേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഫ്രീ ഫ്രം എറേഴ്സ് ഡ്യൂ ടു ഫ്രീക്വൻസി, അതുപോലെ വേവ് ഫോം എറേഴ്സ്, അങ്ങനെ പല എറേഴ്സ് ഒക്കെ കുറവായിരിക്കും. പിന്നെ അടുത്തത് പക്ഷെ ഇതിന് കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല, വളരെ കുറച്ചു മാത്രമേ ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് കമ്പയർ ചെയ്യാം, തെർമോ കപ്പിൾ ഇൻസ്ട്രുമെന്റ് ആണ്. തെർമോ കപ്പിളിൽ DC ഓർ AC പോസിബിൾ ആണ്, പക്ഷേ കറന്റ് ആൻഡ് വോൾട്ടേജ് ഓൺലി, പവർ മെഷർമെന്റ് ഇല്ല. അവിടെയും സ്പ്രിംഗ് കൺട്രോൾ ആണ്, എഡി കറന്റ് ഡാമ്പിംഗ് ആണ്, ഇവിടെയും ഫ്രീക്വൻസി എറേഴ്സ് ഇല്ല. ഓക്കെ, അപ് ടു 100 മെഗാഹെഡ്സ് വരെ ഇത് ഫ്രീക്വൻസീസിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ് ടു 100 മെഗാഹെഡ്സ് വരെയുള്ള പവർ ഫ്രീക്വൻസി വരെ യൂസ് ചെയ്യാനായിട്ട് തെർമോ കപ്പിൾ ഇൻസ്ട്രുമെന്റിന് സാധിക്കും. ഇനി അടുത്ത നാലാമത്തെ ടൈപ്പാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ്സിൽ DC ഓർ AC ഉണ്ട്. പക്ഷേ DC വോൾട്ടേജും അല്ലെങ്കിൽ AC വോൾട്ടേജ് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ ഏതില്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റിൽ. ഇനി അതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഗ്രാവിറ്റി കൺട്രോൾ ആകാം, അല്ലെങ്കിൽ സ്പ്രിംഗ് കൺട്രോൾ ആകാം. ഇനി ഈ കാര്യത്തിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് വരുന്നത്. ഇതില് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇലക്ട്രോസ്റ്റാറ്റിക് മെഷർമെന്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ്സിന് വളരെ ലോ പവർ കൺസപ്ഷൻ ആയിരിക്കും. പിന്നെ ഒരു ലാർജ് റേഞ്ച് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ ലാർജ് റേഞ്ച് ഓഫ് വാല്യൂസ് കവർ ചെയ്യും. യൂഷ്വലി ഉള്ള റേഞ്ച് എന്ന് പറയുന്നത് എബവ് 500 വോൾട്ട്. അതൊക്കെ മെഷർ ചെയ്യാനാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ് ആണ് ബെറ്റർ. അപ്പൊ അതിന് ലോ പവർ കൺസപ്ഷനുമായിരിക്കും. നമുക്കൊരു നല്ലൊരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അതിന്റെ പവർ കൺസപ്ഷൻ കുറവായിരിക്കണം. അടുത്തത് അഞ്ചാമത്തേത് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഈ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ AC മെഷർമെന്റ്സിന് മാത്രമാണ് യൂസ് ചെയ്യുക. അത് എന്തൊക്കെ മെഷർ ചെയ്യും? വോൾട്ടേജ്, കറന്റ്, പവർ, എനർജി. എന്ന് കൊടുത്തിരിക്കുന്ന എനർജിയാണ്. കൺട്രോൾ ടൈപ്പ് സ്പ്രിംഗ് ടൈപ്പ് ആണ്. ഡാമ്പിംഗ് ടൈപ്പ് എഡി കറന്റ് ഡാമ്പിംഗ് ആണ്. ഇനി അമ്മീറ്ററും വോൾട്ട്മീറ്ററും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ദേ ആർ വെരി എക്സ്പെൻസീവ്. അതായത് ഇൻഡക്ഷൻ ടൈപ്പ് അമ്മീറ്റർ, ഇൻഡക്ഷൻ ടൈപ്പ് വോൾട്ട്മീറ്റർ ഒക്കെ വെരി എക്സ്പെൻസീവ് ആണ്. അതുപോലെ നല്ല ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ഒന്നും ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കമ്പയർഡ് ടു അതർ ഇൻസ്ട്രുമെന്റ്സ് ഈ വോൾട്ടേജ് മെഷർമെന്റിനും കറന്റ് മെഷർമെന്റിനും അത്ര ആക്യുറസി ഒന്നുമില്ല, പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആണ് താനും. പക്ഷെ ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ദ മെഷർമെന്റ് ഓഫ് പവർ ആൻഡ് എനർജി ഇൻ AC സർക്യൂട്ട്. ഫോർ ദ മെഷർമെന്റ് ഓഫ് പവർ ആൻഡ് എനർജി ഇൻ AC സർക്യൂട്ട് ആണ് ഏത് യൂസ് ചെയ്യുന്നത്? ഈ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ആറാമത്തെ ഇൻസ്ട്രുമെന്റ് ആണ് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ DC അല്ലെങ്കിൽ AC രണ്ടും പോസിബിൾ ആണ്. കാരണം AC ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് മെഷർ ചെയ്യുന്നു, DC ആണ് മെഷർ ചെയ്യുന്നതെങ്കിലോ റെക്ടിഫൈ ചെയ്തതിനു ശേഷം മെഷർ ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, DC ആണെങ്കിൽ ഡയറക്റ്റ് മെഷർ ചെയ്യുന്നു, AC ആണ് ക്വാണ്ടിറ്റി വരുന്നതെങ്കിൽ ആ ACനെ എന്ത് ചെയ്യുന്നു, നമുക്ക് റെക്ടിഫൈ ചെയ്തതിനു ശേഷം മെഷർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് റെക്ടിഫയർ വരുന്നത്. ഇതിൽ സ്പ്രിംഗ് കൺട്രോൾ ആണ് വരുന്നത്. എഡി കറന്റ് ഡാമ്പിംഗ് ആണ് ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് റെക്ടിഫയർ ഇൻസ്ട്രുമെന്റിൽ വരുന്നത്. അതുപോലെ ഇത് എന്ന് പറഞ്ഞ ഒരു PMMC ഇൻസ്ട്രുമെന്റും ഒരു റെക്ടിഫയിങ് സർക്യൂട്ടും ചേർന്നിട്ടുള്ളതാണ്. അതിന്റെ ഒരു റേഞ്ച്, ആ ഒരു ACയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ റേഞ്ച് ഉണ്ട്. അപ്പൊ ഇതാണ് 6 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സും അതിന്റെ കമ്പാരിസണും വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.